സോ ലീഡ്സ് അക്കാഡമി സ്മാർട്ട് പ്ലസിന്റെ വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം നമ്മുടെ പരീക്ഷകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഫിസിക്സിന്റെ റിവിഷൻ ക്ലാസ്സസുമായിട്ടാണ് വന്നിരിക്കുന്നത്. മെയിൻലി ഒരു എക്സാം ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ പോയിന്റ്സ് നന്നായിട്ട് നോക്കി പോകണം എന്നുള്ളതിന്റെ ഒരു ബ്രീഫിംഗ് ആണ് മെയിൻലി ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്സ് നന്നായിട്ട് തന്നെ എല്ലാവരും റിവൈസ് ചെയ്ത് പോകാൻ ശ്രമിക്കണം കേട്ടോ. ആ പോയിന്റ്സ് ഒന്നും വിട്ടു പോകാണ്ട് തന്നെ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ പോകുക. അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു? ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ് അല്ലെ. കറണ്ടിന്റെ എഫക്ട്സിനെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ആദ്യത്തെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് എനർജി ചേഞ്ച് ആണ്. എനർജി ചേഞ്ച് നിങ്ങൾക്കറിയാം ഏതിലൊക്കെ കുറെ നമ്മൾ ഇഷ്ടം പോലെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലൊക്കെ വരുന്ന എനർജി ചേഞ്ച് നമ്മൾ പഠിച്ചു. ബാറ്ററിയിൽ അതേപോലെ മിക്സിയിലൊക്കെ വരുന്ന എനർജി ചേഞ്ച് നമ്മൾ പഠിച്ചു. പക്ഷെ അത് മാത്രം നിങ്ങൾ ആ ബോക്സിലുള്ള ആ ഇൻസ്ട്രുമെന്റ്സിനെ അല്ലെങ്കിൽ ഉപകരണങ്ങളെ മാത്രം നിർത്താതെ ബാക്കി നിങ്ങൾ ഈ ചാപ്റ്ററിലൊക്കെ പഠിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചൊക്കെ അതിലൊക്കെ നടക്കുന്ന എനർജി ചേഞ്ച് എന്താണെന്ന് പഠിക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഹീറ്റിംഗ് കോയിൽ പഠിക്കുന്നുണ്ട്, അവിടെ നടക്കുന്ന എനർജി ചേഞ്ച് എന്താണെന്ന് പഠിക്കുക. ഇൻകാൻഡസന്റ് ലാമ്പ് അതിൽ വരുന്നത് എന്താണ്, DC മോട്ടോറിൽ എങ്ങനെയാണ്, മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിൽ എങ്ങനെയാണ്, ജനറേറ്ററിൽ എങ്ങനെയാണ്, ഇതിലൊക്കെ വരുന്ന എനർജി ചേഞ്ചസ് നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻസിൽ അത്രയും വരുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെ എനർജി ചേഞ്ചസ് നിങ്ങൾ എന്തായാലും നോക്കിയിരിക്കണം. അപ്പൊ എനർജി ചേഞ്ച് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത് നെക്സ്റ്റ് ജൂൾസ് ലോ. ജൂൾസ് ലോ നമുക്കറിയാം, എല്ലാവരും ഒരുവിധം പഠിച്ചിട്ടുള്ള ലോയാണ്. H=I²RT എന്ന് പറഞ്ഞ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I²RT എന്ന് പറയുന്ന ജൂൾസ് ലോ. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്, ഇക്വേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്, ഇക്വേഷൻ വെച്ച് വരുന്ന പ്രോബ്ലംസും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ജൂൾസ് ലോ നന്നായിട്ട് പഠിക്കുക, അതിന്റെ ഇക്വേഷൻസ് പഠിക്കുക, പ്രോബ്ലം ചെയ്യാനും പഠിക്കുക. പിന്നതാണ് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. നമുക്കറിയാം റെസിസ്റ്റേഴ്സ് പ്രതിരോധകങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. സീരീസ് ശ്രേണി രീതിയിലും അതേപോലെ തന്നെ സമാന്തര രീതിയിലും പാരലൽ ആയിട്ടും സീരീസ് ആയിട്ടും കണക്ട് ചെയ്യുന്ന റെസിസ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. രണ്ടിന്റെയും പ്രത്യേകതകൾ ബോക്സിലാക്കി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അത് ആദ്യം പഠിക്കുക. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ ഇക്വേഷൻസ് സീരീസ് ആവുമ്പോൾ എങ്ങനെയാണ്, പാരലൽ ആവുമ്പോൾ എങ്ങനെയാണെന്ന് പഠിക്കുക. അതേപോലെ തന്നെ രണ്ട് റെസിസ്റ്റർ വരുമ്പോൾ പാരലൽ ആവുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് റെസിസ്റ്റേഴ്സ് ഈക്വൽ എമൗണ്ട് ഉള്ള ഒരുപാട് റെസിസ്റ്റേഴ്സ് വരികയാണെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ ഒരു 2 ഓമിന് തന്നെ 10 റെസിസ്റ്റർ 20 റെസിസ്റ്റർ എന്നൊക്കെ വരുമ്പോൾ അങ്ങനെ ഒരുപാട് റെസിസ്റ്റേഴ്സ് വരുമ്പോൾ ഉള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതും നന്നായിട്ട് പഠിക്കുക. അപ്പൊ റെസിസ്റ്റേഴ്സിൽ ആ ഇക്വേഷൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കുക, പ്രോബ്ലംസ് ചെയ്ത് നോക്കുക, അതേപോലെ ആ ബോക്സിലെ കാര്യങ്ങളും പഠിക്കുക. അടുത്തത് പവർ ആണ്. പവർ നിങ്ങൾക്ക് അറിയുന്ന പോലെ നമ്മുടെ ജൂൾസ് ഹീറ്റിംഗ് ലോ പഠിച്ചിട്ട് അതിൽ നിന്ന് T ഒഴിവാക്കി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് പവർ. അപ്പോൾ പവറിന്റെ ഇക്വേഷൻസ് മെയിൻലി പഠിക്കുക, എന്താണ് പവർ എന്ന് പഠിക്കുക. അതേപോലെ പവറിന്റെ കൂടെ ആംബറേജും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ഈ ആംബറേജും പവറും പ്രോബ്ലം ചെയ്യാൻ എന്തായാലും ചോദിക്കും. പവറിന്റെ ഒരു ക്വസ്റ്റ്യൻ പ്രോബ്ലം എപ്പോഴും വരുന്നതാണ്. അപ്പൊ നിങ്ങൾ പവർ നന്നായിട്ട് പഠിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് വരുന്നതാണ് ഹീറ്റിംഗ് കോയിൽ. പിന്നെ നമ്മുടെ ഇത്രയും ഭാഗങ്ങളാണ് പ്രോബ്ലം സെക്ഷൻ മെയിൻലി ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. ജൂൾസ് ലോ, റെസിസ്റ്റേഴ്സ്, പിന്നെ പവർ, പിന്നെ ആംബറേജ്. അത് കഴിഞ്ഞ് വരുന്ന തിയറി പാർട്ടാണ് ഈ ഹീറ്റിംഗ് കോയിലൊക്കെ. ഹീറ്റിംഗ് കോയിൽ നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പഠിക്കുക. അതേപോലെ തന്നെ അതിന്റെ ആ നിക്രോമിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ എത്രയോ വട്ടം പഠിക്കുന്നതാണ്, അത് പഠിക്കുക. ഹീറ്റിംഗ് കോയിൽ എന്തിനാണ് ഹീറ്റിംഗ് കോയിൽ? ഇലക്ട്രിസിറ്റീനെ ഹീറ്റാക്കി മാറ്റുന്ന എല്ലാ ഡിവൈസസിലും ഉള്ള ഒരു സാധനമാണ് ഹീറ്റിംഗ് കോയിൽ എന്ന് പഠിക്കുക. അപ്പൊ അത്രയാണ് ഹീറ്റിംഗ് കോയിലിന്റെ മെയിൻലി കാര്യങ്ങൾ പഠിക്കേണ്ടത്. അതിന്റെ പ്രത്യേകതകൾ, അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിക്കുക കേട്ടോ. എനർജി ചേഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് അവിടെ നടക്കുന്ന എനർജി ചേഞ്ച് എന്ന് എന്തായാലും പഠിക്കുക. അത് കഴിഞ്ഞ് വരുന്നതാണ് സേഫ്റ്റി ഫ്യൂസ്. സേഫ്റ്റി ഫ്യൂസ് നിങ്ങൾക്കറിയാം, സേഫ്റ്റി ഫ്യൂസും ഹീറ്റിംഗ് എഫക്റ്റ് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. സേഫ്റ്റി ഫ്യൂസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പഠിക്കണം കേട്ടോ. സേഫ്റ്റി ഫ്യൂസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഒരു ഹൈ കറണ്ട്, ഓവർലോഡിങ്, ഷോർട്ട് സർക്യൂട്ടിന്റെ സമയത്ത് ഹൈ കറണ്ട് അതിലൂടെ പാസ് ചെയ്യുമ്പോൾ ആ വയർ മെൽറ്റ് ആകും എന്നുള്ള കാര്യം നിങ്ങൾ പഠിക്കണം. എന്തുകൊണ്ടാണ് അത് മെൽറ്റ് ആവുന്നത്? ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് കൊണ്ടാണെന്ന് പഠിക്കണം. അതേപോലെ ഫ്യൂസ് വയർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതും കൂടെ പഠിക്കുക. അതിന് ലോ മെൽറ്റിംഗ് പോയിന്റ് ആണെന്ന് പഠിക്കുക. സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് പഠിക്കുക. അതേപോലെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പഠിക്കുക. പിന്നെ ആംബറേജ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ആംബറേജ് പഠിക്കുക. പിന്നെ വരുന്നത് ഇൻകാൻഡസന്റ് ലാമ്പാണ്. ഇൻകാൻഡസന്റ് ലാമ്പ് ഞാനിതിൽ മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. ഇൻകാൻഡസന്റ് ലാമ്പാണ് നെക്സ്റ്റ് വരുന്നത്. ഇൻകാൻഡസന്റ് ലാമ്പ്
അപ്പൊ ഇൻകാൻഡസെന്റ് ലാമ്പിൽ നിങ്ങൾക്കറിയാം അത് എന്തുകൊണ്ടാണ്, അതിന്റെ മെയിൻ പാർട്സ് ഏതൊക്കെയാണ്, എന്താണ് എനർജി ചേഞ്ച് എന്ന് നേരത്തെ പറഞ്ഞ പോലെ പഠിക്കുക, ഏതൊക്കെയാണ് മെയിൻ പാർട്സ് എന്ന് പഠിക്കുക, അതിന്റെ മെയിൻ പാർട്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ ഫിലമെന്റ് ഒക്കെ ആണെങ്കിൽ ടങ്സ്റ്റൺ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഫിലമെന്റ് ആണ്. ഫിലമെന്റ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പഠിക്കുക, അതിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കുക. അതേപോലെ ഇൻകാൻഡസെന്റ് ലാമ്പിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നൈട്രജൻ നിറയ്ക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ വായുശൂന്യം ഇവാക്വേറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോവുക. ആ 2 പോയിന്റ്സ്, നൈട്രജൻ നിറയ്ക്കുന്നത് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ് നിറയ്ക്കുന്നതും അതേപോലെ തന്നെ അതിനെ ഇവാക്വേറ്റ് ചെയ്യുന്നത് വായുശൂന്യമാക്കുന്നത് എന്തുകൊണ്ടാണെന്നും കൂടെ പഠിക്കുന്നത്. ആ പോയിന്റ്സ് എന്തായാലും നിർബന്ധമായി പഠിച്ചിട്ട് പോവുക. അത് കഴിഞ്ഞ് ഇൻകാൻഡസെന്റ് ലാമ്പ് കഴിഞ്ഞ് വരുന്നതാണ് ഡിസ്ചാർജ് ലാമ്പ്. ഡിസ്ചാർജ് ലാമ്പിന്റെ വർക്കിംഗ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നിട്ട് അത് ഓർഡറിൽ എഴുതാൻ വരാം, അല്ലെങ്കിൽ വർക്കിംഗ് തന്നെ എഴുതാൻ വരാം. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? മെയിൻ പോയിന്റ് എന്താ, നല്ല ഹൈ വോൾട്ടേജ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആറ്റംസ് വലിയൊരു എക്സൈറ്റഡ് ആയിട്ട് വലിയ എനർജി ലെവലിലേക്ക് പോകും. അത് തിരിച്ച് സ്റ്റേബിൾ ആയിട്ട് വരുമ്പോൾ കുറച്ച് എനർജി അത് വെറുതെ പുറത്തേക്ക് കളയും. അതാണ് ലൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അത്രേ ഉള്ളൂ അതിന്റെ വർക്കിംഗ്. അപ്പൊ വർക്കിംഗ് നന്നായിട്ട് പഠിക്കുക. അതാണ് മെയിൻലി ഡിസ്ചാർജ് ലാമ്പിൽ പഠിക്കേണ്ടത്. പിന്നെ വരുന്നതാണ് LED. ഞാൻ ഇൻകാൻഡസെന്റ് ലാമ്പ് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ വിട്ടുപോയി. ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ ഗുണങ്ങളും ദോഷങ്ങളും, അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പഠിക്കണം. നമുക്കറിയാം അതിന്റെ ദോഷം, മെയിൻ ദോഷം എന്ന് പറയുന്നത് ഹീറ്റ് ആയിട്ട് കുറെ പോകും അല്ല, എനർജി ഇസ് ലോസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആണ്. അതിന് പകരം കൊണ്ടുവന്നതാണ് LED. അപ്പൊ LED-യുടെ ഗുണങ്ങൾ പഠിക്കണം. അതേപോലെ തന്നെ LED-ന്റെ പാർട്സ് ഒന്ന് പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ് LED-ന്റെ ഭാഗങ്ങൾ, അതിന്റെ പേരൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അപ്പൊ LED-ന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്, അതിന്റെ ഗുണങ്ങൾ എന്ന് പഠിക്കുക. അതേപോലെ അതിന്റെ പാർട്സും പഠിക്കുക. അപ്പൊ അത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഏകദേശം കഴിഞ്ഞു. അതാണ് മെയിൻലി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട പോയിന്റ്സ്. ഇനി അടുത്തത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾക്കറിയാം മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ് അല്ലെ. അതിൽ കറണ്ടിന്റെ മാഗ്നറ്റിക് ഇഫക്ട്, എങ്ങനെയാണ് കറണ്ട് കൊടുത്തിട്ട് മാഗ്നറ്റ് ഉണ്ടാക്കുക എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അത് ആദ്യം പേര് തന്നെ ഓർത്ത് വെക്കുക. കറണ്ട് അങ്ങോട്ട് കൊടുക്കുന്നു, മാഗ്നറ്റ് ഉണ്ടാകുന്നു അല്ലെ, ഫീൽഡ് ഉണ്ടാക്കിയിട്ട്. അപ്പൊ നമ്മൾ അങ്ങനെയാണ് കറണ്ട് അങ്ങോട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നതെന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ കറണ്ട് അങ്ങോട്ട് കൊടുത്തിട്ടുള്ള മാഗ്നറ്റിക് ഇഫക്റ്റ് ആണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്. അതിൽ ഫസ്റ്റ് വരുന്നത് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണ്. അതൊരു എക്സ്പെരിമെന്റ് വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്, ഈസ്റ്റഡ് എക്സ്പെരിമെന്റ്. അപ്പൊ ഈ എക്സ്പെരിമെന്റ്സ് നിങ്ങൾ പഠിക്കണം. എക്സ്പെരിമെന്റ് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കുന്ന എക്സ്പെരിമെന്റ് ഏതാണ്? അപ്പൊ അത് ഈസ്റ്റഡ് എക്സ്പെരിമെന്റ് ആണ്. എന്താണ് എക്സ്പെരിമെന്റ് എന്നും കൂടെ പഠിക്കുക. ഒരു കറണ്ട് ക്യാരിയിങ് വയറിന്റെ താഴെയും മുകളിലൊക്കെ നമ്മൾ കോമ്പസ് വെക്കുമ്പോൾ കോമ്പസിന്റെ സൂചി എന്ത് ചെയ്യും, ഡിഫ്ലക്ട് ചെയ്യും. അതാണ് ആ എക്സ്പെരിമെന്റ്. അപ്പൊ ആ സ്ഥലം മാറ്റി വെക്കുന്നതിനനുസരിച്ച് അതിന്റെ ഡിഫ്ലക്ഷനും മാറ്റം വരും. ചിലപ്പോൾ നമ്മൾ മുകളിൽ വെച്ച വലത്തേക്കായിരിക്കും, താഴത്തേക്ക് വെച്ച ഇങ്ങോട്ടായിരിക്കും. അപ്പൊ എങ്ങോട്ടാണ് ഡിഫ്ലക്ട് ചെയ്യുന്നതെന്ന് കറക്റ്റ് പഠിക്കുക. ആ എക്സ്പെരിമെന്റ് പഠിക്കുക. പിന്നെ വരുന്നതാണ് ബാർ മാഗ്നറ്റും സോളിനോയിഡും. ബാർ മാഗ്നറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു, സോളിനോയിഡ് എന്താണെന്ന് പഠിക്കാനുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം, സോളിനോയിഡ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ആ ബോക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ബോക്സ് നന്നായിട്ട് പഠിക്കുക. പിന്നെ വരുന്നത് സോളിനോയിഡിന്റെ പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ധ്രുവങ്ങളാണ്. നമുക്കറിയാം നോർത്ത് പോളും സൗത്ത് പോളും. ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പോളും, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോർത്ത് പോളും ആണ്. ഞാൻ പറഞ്ഞിരുന്നു ആന്റി നോർത്തിലാണെന്നെങ്കിലും ഓർത്ത് വെക്കാൻ. അപ്പൊ ആന്റി നോർത്തിലാണെന്ന് ഓർത്ത് വെച്ചാൽ ആന്റി ക്ലോക്ക് വൈസ് നമുക്ക് നോർത്ത് പോളാണെന്ന് കിട്ടും. സോളിനോയിഡിന്റെ പൊളാരിറ്റി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ കറന്റിന്റെ സോളിനോയിഡ്, ഒരു സോളിനോയിഡിന്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ കൂട്ടാം, അല്ലെങ്കിൽ ആ സോളിനോയിഡിനുള്ള നമ്മളൊരു കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സോളിനോയിഡിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ കൂട്ടാം, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് എന്ന് ചോദിക്കാം. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണെന്ന് നമുക്കറിയാം. കറണ്ട് കൂട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ അതിന്റെ ചുറ്റുകളുടെ എണ്ണം കൂട്ടിക്കൊടുക്കുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാറ്. അതിന്റെ അയൺ കോറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കൂട്ടിക്കൊടുക്കുക. അപ്പൊ അങ്ങനത്തെ ഫാക്ടേഴ്സ് നിങ്ങൾ എന്തായാലും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. പിന്നെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ്. നമുക്കറിയാം ലെഫ്റ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്താന്ന് പറഞ്ഞിട്ടായിരിക്കില്ല മെയിൻലി ചോദിക്കുക. നിങ്ങൾക്കൊരു ഫിഗർ ഒക്കെ തന്നിട്ട് കറണ്ടും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും അത് എപ്പോഴും ഓർക്കുക. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്തിൽ നിന്ന് സൗത്തിലേക്കായിരിക്കും. അപ്പൊ കറണ്ടും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഒക്കെ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടായിരിക്കും സാധനം മൂവ് ചെയ്യാന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പൊ നിങ്ങൾ ഈ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്യാൻ പഠിക്കണം. നമുക്കറിയാം ഇത് ചൂണ്ടുവിരലാണ് മാഗ്നറ്റിക് ഫീൽഡ്, നടുവിരലാണ് നമ്മുടെ കറണ്ട്, നമ്മുടെ തമ്പാണ് നമ്മുടെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കണ്ടക്ടർ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ നമുക്ക് തരാം. അപ്പൊ ഇത് വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാനാണ് പഠിക്കേണ്ടത്. നിങ്ങൾക്ക് ഫീൽഡും കറണ്ടൊക്കെ തന്നിട്ടുണ്ടാവും, എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ അത് അങ്ങനെ അപ്ലൈ ചെയ്ത് പഠിക്കുക കേട്ടോ.
അത് കഴിഞ്ഞ് വരുന്നത് മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. എന്താണ് മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പഠിക്കുക. കറണ്ട് അങ്ങോട്ട് കൊടുത്തിട്ട് ഒരു സാധനത്തിന് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ കറക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറയാം. അപ്പോൾ ഇനി നോക്കൂ, അടുത്ത വരുന്ന ഈ മോട്ടോർ പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്ന രണ്ട് സാധനങ്ങളാണ് മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറും DC മോട്ടോറും. രണ്ടിന്റെയും ഫിഗറുകൾ നന്നായിട്ട് പഠിക്കുക, പാർട്സ് നന്നായിട്ട് പഠിക്കുക. ഏത് പ്രിൻസിപ്പിൾ ആണ് ഉപയോഗിക്കുന്നതെന്ന് എപ്പോഴും ഓർമ്മ വേണം. മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. പിന്നെ മോട്ടോർ പ്രിൻസിപ്പിൾ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് റൂൾ ആയിരിക്കും എന്നോർക്കുക. അപ്പൊ ഈ രണ്ട് സാധനത്തിന്റെയും പാർട്സും വർക്കിങ്ങും പിക്ചറും, ആ ഫിഗർ എപ്പോഴും ഓർമ്മ വേണം. ചിലപ്പോൾ ഫിഗർ തന്നിട്ട് നിങ്ങളോട് പാർട്സ് എഴുതാനായിരിക്കും ചോദിക്കുക. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഏത് പ്രിൻസിപ്പിൾ ആണ്, പിന്നെ അതിൽ തന്നെ നിങ്ങൾക്കറിയാം സ്പ്ലിറ്റ് റിംഗ് എന്നൊക്കെ പറഞ്ഞ നമ്മൾ എന്തിനാണ് സ്പ്ലിറ്റ് റിംഗ് ഉപയോഗിക്കുന്നത്, എന്തിനാണ് ആർമേച്ചർ ഏതൊക്കെ പാർട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം. അതേപോലെ മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറിൽ എങ്ങനെയാണ് കറണ്ട് ഉണ്ടാകുന്നത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതി തന്നിട്ടുണ്ട്. അപ്പൊ അതും എന്തായാലും പഠിക്കുക കേട്ടോ. അതിൽ ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കും. അപ്പൊ അത്രയാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ കവർ ചെയ്യാനുള്ളത്. നെക്സ്റ്റ് നമ്മളെ തേർഡ് ചാപ്റ്റർ ആണ്. തേർഡ് ചാപ്റ്റർ വന്നിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ മാഗ്നറ്റിക് ഇഫക്റ്റിൽ നിന്ന് നേരെ വിപരീതമാണ്. നമ്മൾ എന്ത് ചെയ്യാണ്, മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിട്ട് ഇലക്ട്രിസിറ്റി ഇങ്ങോട്ട് വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി നമുക്ക് ഉണ്ടാക്കി തരികയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ചെയ്യുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് തന്നെ നമുക്കൊരു എക്സ്പെരിമെന്റ് പഠിക്കാനുണ്ട്. ബാർ മാഗ്നറ്റും സോളിനോയിഡും ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ്. ബാർ മാഗ്നറ്റിനെ സോളിനോയിഡിന്റെ ഉള്ളിൽ കയറ്റിയിട്ടും പുറത്തേക്ക് ഇറക്കിയിട്ടൊക്കെ. അപ്പൊ ആ എക്സ്പെരിമെന്റ് പഠിക്കുക. അത് അങ്ങോട്ട് കയറ്റുമ്പോഴും ഇങ്ങോട്ട് ഇറക്കുമ്പോഴും ഒക്കെ എന്ത് വ്യത്യാസം വരും, അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ മാറ്റം വരും. അപ്പൊ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും അല്ലെ. അപ്പൊ ആ എക്സ്പെരിമെന്റ് പഠിക്കുക. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഒരു എക്സ്പെരിമെന്റ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ അതാണ് എഴുതേണ്ടത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻഡ്യൂസ്ഡ് EMF. അങ്ങനെ ഉണ്ടാകുന്ന EMF അല്ലെങ്കിൽ ഉണ്ടാകുന്ന കറണ്ടിനെ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്, ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, അതും നിങ്ങൾക്കറിയാം. നമ്മൾ മൂവ് ചെയ്യുന്ന സ്പീഡ്, റിലേറ്റീവ് സ്പീഡ്, അതേപോലെ സോളിനോയിഡിന്റെ ചുറ്റിന്റെ എണ്ണം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ബാർ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത്. അപ്പൊ ആ ഫാക്ടേഴ്സ് നന്നായിട്ട് പഠിക്കുക. ഏതൊക്കെയാണ് ഈ ഇൻഡ്യൂസ്ഡ് EMFനെ അഫക്ട് ചെയ്യുന്നത്, പ്രേരിത EMFനെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ EMF ആശ്രയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നന്നായിട്ട് പഠിക്കുക. പിന്നെ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പഠിക്കുക. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്ന രണ്ട് സാധനമാണ് DC ജനറേറ്ററും AC ജനറേറ്ററും ഒക്കെ. അപ്പൊ അതിന്റെ വർക്കിങ്ങും പാർട്സും ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. DC എങ്ങനെയാണ്, AC എങ്ങനെയാണ്. അതേപോലെ AC നിങ്ങൾക്ക് ഞാൻ ആ ഫിഗർ ഒക്കെ വരച്ചിട്ട് ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ടായിരുന്നു. 0 ഡിഗ്രി 180 ഡിഗ്രി അങ്ങനെയെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ജനറേറ്റർ ചുറ്റുന്നതിനനുസരിച്ച് നമ്മുടെ ഗ്രാഫിൽ വരുന്ന മാറ്റം, ആ ഗ്രാഫ് പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് അതിൽ നോക്കാനുള്ളത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉപയോഗിക്കുന്ന എവിടെയാണോ അവിടെയൊക്കെ നിങ്ങൾ ഈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അതിൽ ഏത് പ്രിൻസിപ്പിൾ ആണ് ഉപയോഗിച്ചതെന്ന് നന്നായിട്ട് നോക്കുക. എന്നിട്ടാണ് നമ്മൾ ഏത് റൂളാണ്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ല, റൈറ്റ് ഹാൻഡ് റൂൾ, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. പിന്നെ നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വേറെ ഉണ്ട്. അപ്പൊ ഓരോ റൂൾസും കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കുക. റൈറ്റ് ഹാൻഡ് റൂള്, ലെഫ്റ്റ് ഹാൻഡ് റൂള്, അതേപോലെ തന്നെ നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഈ 3 റൂൾസും സെപ്പറേറ്റ് ചെയ്ത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് നന്നായിട്ട് പഠിക്കുക കേട്ടോ. അടുത്തത് വന്നിട്ട് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന് പഠിക്കുക. പിന്നെ സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ആണ്. ട്രാൻസ്ഫോമർ പഠിക്കുമ്പോൾ എന്താണ് സ്റ്റെപ്പ് അപ്പ്, എന്താണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, അതിന്റെ ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് പഠിക്കുക. അതേപോലെ അതിൽ വരുന്ന ആ ഇക്വേഷൻ ട്രാൻസ്ഫോമറിന്റെ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതും കൂടെ ഒന്ന് നോക്കാം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ തേർഡ് ചാപ്റ്ററും കഴിയും. അപ്പൊ ഈ ഞാനിപ്പോ പറഞ്ഞ ഈ ഫസ്റ്റ് 2-3 ചാപ്റ്റേഴ്സിലെ പോയിന്റ്സ് നിങ്ങൾ എന്തായാലും നന്നായിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ. അപ്പോ ഈ പോയിന്റ്സ് ഒന്നും നിങ്ങൾ ഒഴിവാക്കാണ്ട് തന്നെ നോക്കണം. കാരണം ഇത് നിങ്ങളെ എക്സാംസിന് മെയിൻലി വരുന്ന പോയിന്റ് ഞാൻ ഡിസ്കസ് ചെയ്തു പോയതാണ്. അപ്പൊ ഇതിൽ ഒന്നുപോലും വിട്ടു പോവാതെ തന്നെ നിങ്ങൾ റിവൈസ് ചെയ്യുക കേട്ടോ. അപ്പൊ ഈ പോയിന്റ്സ് തന്നെ റിവൈസ് ചെയ്ത് പോയാൽ തന്നെ നല്ലൊരു മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ അതേപോലെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ചിട്ട് തന്നെ ആൻസർ ചെയ്യുക. ഒരുവിധം നിങ്ങൾ ചെയ്തു പഠിച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും. പക്ഷെ ക്വസ്റ്റ്യൻ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. ഒന്നും കൂടെ ഒന്ന് ഇരുത്തി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ചിട്ട് തന്നെ ആൻസർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. ഓക്കെ, താങ്ക് യു.